കൊച്ചിയിലെ ഫുട്ബോൾ ആരാധകരുടെ ആവേശം വീണ്ടും നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിക്കാം. ഡാനി, ഈ ഫുട്ബോൾ ആരാധകർക്ക് സ്വാഭാവികമായും പ്രതീക്ഷയുണ്ടായിരുന്നു മത്സരം ജയിക്കുമെന്ന്. മെസ്സിയെ കാണാൻ കാത്തിരുന്നു 60 മിനിറ്റ്. ഏറ്റവും ഒടുവിൽ വന്ന മെസ്സി ഗോൾ അടിച്ച മെസ്സിയായി മാറി. എന്താണ് ആരാധകർ പറയുന്നത്? ആരാധകർ ഹാപ്പിയാണോ ഡാനി? മെസ്സി ഗോൾ കൂടി അടിച്ചല്ലോ. വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫുട്ബോൾ കണ്ട ഈ DRK അരീനയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിൽ. നമുക്കൊപ്പം നേരത്തെയും ചേർന്ന ടിനി നമുക്കൊപ്പം ചേരുന്നു. ടിനി അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ. സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങള്. അല്ല, ഇതൊക്കെ ആഘോഷിക്കണം. 4 വർഷം കൂടുമ്പോഴുള്ള ഒരു ആഘോഷം. ലോകത്തിലെ ഏറ്റവും വലിയ ഷോയാണ്. അപ്പൊ അത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാലത്ത് കുർബാന കണ്ടതിന് മുമ്പ് ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് കുർബാന കാണാൻ പോകുന്ന വിചാരിക്കാണ്. അപ്പൊ അതിന് അർജന്റീന ഫാൻസ് നമുക്ക് ഇവിടെ കുറെ ഉണ്ട്. അതുകൊണ്ട് അവരോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ. അല്ല, മെസ്സിയൊന്നും വേണമെന്നില്ല നമുക്ക്. എന്തിനാണ് മെസ്സി ഇല്ലാതെ പിള്ളേർ 2 അടിച്ചില്ലേ? ആ മെസ്സിയുടെ വെറുതെ ഒരു പുള്ളിയുടെ ഒരു മനസ്സിലായില്ലേ, ഒരു അല്ല ആ ഒരു ഓറ കിട്ടിയാൽ മതി. അല്ല, ആ ഒരു പ്രകാശം കിട്ടിയാൽ മതി. ബാക്കി പിള്ളേർ കളിച്ചോളൂ. ആ പ്രകാശമാണ് വെളിച്ചപ്രകാശം. ആ പ്രകാശമാണ് ലോകത്തിന്റെ രാജാവ്, നീലക്കടലിന്റെ രാജാവ്. വളരെ വളരെ സന്തോഷത്തോടുകൂടി പുള്ളി സുഖിച്ചാണ്. ഉറക്കം എഴുന്നേറ്റ് ലാസ്റ്റ് കാണാൻ ജയിച്ചാന്നറിയാനാണ്. വളരെ സന്തോഷം. ഇത്രയും വലിയൊരു ഇത് നടത്തി സിദ്ധിയും കറുകപ്പള്ളിയിലെ കൂട്ടായ്മ. ബ്രസീൽ ആരാധകരെല്ലാവരും ഇവിടെ ഉണ്ട്. അല്ല, ബ്രസീലാണ് ഇവിടെ കൂടുതലുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ പ്രത്യേകം നമ്മൾ ആശംസ തരുന്ന മറ്റൊന്നുമില്ല. നിഷി പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് കാശ് കൊടുത്തിട്ട് ഈ ഫുട്ബോൾ കാണാൻ പറ്റും. അതെ, ഈ ഇതെടുക്കാൻ ഭയങ്കര പൈസയാണല്ലോ. അപ്പൊ സാധാരണക്കാരൻ എല്ലാവർക്കും അത് താഹ ഒറ്റക്ക് മതി അർജന്റീനക്ക്. ബാക്കി ബ്രസീൽ എല്ലാവരും. നമുക്ക് ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ DRK ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. അതിപ്പോ നമ്മൾ ബ്രസീൽ ടീമായാലും അർജന്റീന ടീമായാലും നമ്മളത് വിജയകരമായിട്ട് തന്നെ കൊണ്ടുപോകുള്ളൂ. വളരെ വളരെ സന്തോഷം. എന്തായാലും എൽദോ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടേക്ക് വരുമ്പോഴേക്കും നിരവധിയായ ആരാധകർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഏതായാലും മൊത്തം സജ്ജീകരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിന്റെ ദിവസമാണോ? മെസ്സി ഇറങ്ങിയപ്പോൾ ഒന്നും കൂടി സന്തോഷം കൂടി. 6 ഗോളായി. ഇപ്പൊ എംബാപ്പന്റെ പായില്ലേ? 6 ഗോളായി. എംബാപ്പെ 4, മെസ്സി 6. എന്താ പറയാ, മെസ്സി മുന്നിലായി ലോകകപ്പിൽ. ഇപ്പൊ ഇനി മുന്നിലാവും. തിങ്കളാഴ്ച 10:30 വരും. ആഘോഷം ബ്രസീൽ ജയിച്ചിട്ട് ആഘോഷം വലിയ സന്തോഷത്തിലാണ് എൽദോ. ഇത് നോക്കുക, വലിയ സന്തോഷത്തിലേക്ക് തന്നെ നിൽക്കുന്നു. മറ്റേ പോർച്ചുഗലിന്റെ ആരാധകരുണ്ട്. പോർച്ചുഗൽ ഏതായാലും ഇന്ന് എന്തായിരുന്നു കളി കണ്ടിട്ട്? റൊണാൾഡോ നിങ്ങളെ വിജയത്തെപ്പറ്റിയോ? അതിനെപ്പറ്റി കളിയല്ലേ, ഓരോ സമയത്ത് ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പൊ മെസ്സി നല്ലോണം കളിച്ച് ബഹുമാനമുള്ളൂ മെസ്സിനോട്. മെസ്സി നല്ല പ്ലെയറാണ്, കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മ റൊണാൾഡോ നമ്മ ലോയലാണ്. അതേപോലെ തന്നെ മാറൂലൊരിക്കലും. അതെ, മെസ്സിയോട് ബഹുമാനം മാത്രം പറയുന്നത്. ഏതായാലും വലിയ സന്തോഷത്തിന് മെസ്സി ആരാധകർക്കും വലിയ സന്തോഷം. മത്സരത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ, അവിടേക്ക് വരുമ്പോൾ മെസ്സി മികച്ച വിജയം സമ്മാനിച്ചിരിക്കുന്ന ടീമിനെന്ന സന്തോഷമാണ് അവർക്കുള്ളത്. ഏതായാലും ടിനിയിലും അടക്കമുള്ള ആരാധകർ ഇവിടെ നിന്ന് പിരിയുന്നു എന്നതാണ് എൽദോ. റൈറ്റ്, ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണ്. ആവേശത്തിനുള്ള സാഹചര്യം ഉണ്ട് താനും. ലയണൽ മെസ്സി എന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം ഗോൾ സ്കോർ ചെയ്യുന്നു. ലോകകപ്പിൽ 19ാമത്തെ ഗോളാണ് ലയണൽ മെസ്സിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മിറോസ്ലാവ് ക്ലോസയുടെ ഒക്കെ റെക്കോർഡ് മറികടന്ന് എത്രയോ മുന്നിലേക്ക് ലയണൽ മെസ്സി എത്തുന്നു. ഒരുപക്ഷേ റെക്കോർഡുകൾ അത് ഭേദിച്ചേക്കാം, മറികടന്നേക്കാം. എങ്കിൽ പോലും ഈ സമയം, ഈ നിമിഷത്തിൽ ലയണൽ മെസ്സി ഒരേ ഒരു രാജാവ് ലോക ഫുട്ബോളിൽ. 19 ലോകകപ്പ് ഗോളുകളുമായി ലയണൽ മെസ്സി എന്ന അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊന്ന് ഇതാ കളത്തിൽ വാഴുകയാണ്. അർജന്റീന 3 മത്സരങ്ങളും ജയിച്ചു. 3 മത്സരങ്ങളും ജയിച്ച ഗ്രൂപ്പിൽ 9 പോയിന്റുമായി 1ാം സ്ഥാനത്ത് നോക്കൌട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി കേപ്പ് വെർഡെയാണ് നോക്കൌട്ടിൽ അർജന്റീനയുടെ എതിരാളി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.